ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ കോവയ്ക്ക മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കുപുരട്ടി എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. കോവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കോവയ്ക്ക അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം കഴുകി എടുത്ത് വെച്ചതാണിത്. ഇനി ഇതിനൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കണം. എനിക്കിപ്പോൾ കിട്ടിയത് നല്ല നീളത്തിലുള്ള കോവയ്ക്ക ആയതുകൊണ്ട് അതിന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്യുന്നത്. ഇനി ചെറിയ കോവയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ അത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട, വെറുതെ നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. ഓരോ പീസും നാലായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഈ കോവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കനം കൂടിപ്പോകരുത്, എന്നാൽ കനം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ കോവയ്ക്ക മുഴുവനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. കോവയ്ക്ക മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ മെഴുകുപുരട്ടിക്ക് പച്ചമുളകാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് 2 സാമ്പാർ മുളകും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഇനി മെഴുകുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ട് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. സവാള ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചേ ചേർക്കാവൂ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കരുത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം തുറന്നു നോക്കാം.
ഇനി ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ച് വഴറ്റിയാലേ ഡ്രൈ ആയിട്ട് കോവയ്ക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കോവയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.